ഹരേ കൃഷ്ണ. ഈ കന്നിമാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ കീഴ്ശാന്തിക്കാരുടെ ഭജനകാലമാണ്. അത് എന്താണെന്നുണ്ടെങ്കിൽ പല പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ പ്രത്യേകിച്ച് ഈ 13 ഇല്ലക്കാർ കീഴ്ശാന്തിക്കാർ അവരാണ് ആ ഭഗവാന്റെ സേവകൾ ഒരുവിധം എല്ലാം ചെയ്യണത് അവരാണ്. പൂജയ്ക്ക് വേണ്ട സഹായങ്ങൾ, അതേപോലെ തന്നെ തടപ്പള്ളിയിൽ ചന്ദനമരവ്, അതേപോലെ ഗുരുവായൂരപ്പൻ എഴുന്നള്ളിക്കുന്നത്, പിന്നെ ഭഗവാന്റെ ഉപദേവന്മാരുടെ പൂജകൾ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപരാധങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. ആ അപരാധം എന്തെങ്കിലും സംഭവിച്ച അപരാധങ്ങൾക്ക് ഓരോ പരിഹാരം, പ്രായശ്ചിത്തം എന്നുള്ള പേരിൽ ഭഗവാനെ ഭജിക്കാനായിട്ട് ഒരു കുടുംബസമേതം അവിടുത്തെ അന്തർജനങ്ങൾ, അതേപോലെ കുട്ടികൾ, പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവർ, പ്രായം ചെന്നവർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭഗവാനെ ഭജിക്കുന്ന ഒരു സമ്പ്രദായം അത് കുറേ വർഷങ്ങളായിട്ട് തുടർന്ന് വരികയാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ ഒരു പ്രാർത്ഥനയിൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് എന്നാണ്. കാരണം അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുട്ടികൾ, അവരുടെ സഹോദരന്മാർ, ഇവരെല്ലാവരും വലിയ ഓരോ അപകടത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. തീയിൻ്റെയൊക്കെ വലിയ ഇതിൻ്റെയൊക്കെ തടപ്പള്ളിയിലൊക്കെ, അതേപോലെ വലിയ അടുപ്പുകളുടെയൊക്കെ നടുക്കാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനോടൊരു പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് നിർമാല്യം മുതൽ അത്താഴപൂജ വരെയുള്ള ആ ഒരു പൂജകൾ കഴിയുന്നിടത്തോളം ഭാഗവതം വായിക്കുക, കഴിയുന്നിടത്തോളം ഭഗവാനെ ഭജിക്കുക. 1000 ഒരു സഹസ്രനാമം 12 ദിവസം കൊണ്ട്, അത് ആധ്യാത്മിക ഹാളിൽ അവിടുത്തെ പ്രഭാഷണങ്ങൾ, സഹസ്രനാമങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള കൂട്ടമായിട്ടൊരു ഭജനം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ഒരു ഉദ്ദേശം മാത്രം. ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ ഞങ്ങളോട് പുറത്ത് അനുഗ്രഹിക്കണേ. കൂടുതൽ ഭഗവാനെ സേവ ചെയ്യാനുള്ള ആരോഗ്യവും അനുഗ്രഹവും തരണേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ പ്രാർത്ഥന അത് ഭഗവാനത്ത് കൈക്കൊള്ളാതിരിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ആളുകളും, അതായത് കുട്ടികൾ എല്ലാവരും അതെ ഒരു ഏകദേശം 1-1.5 മണിയാകുമ്പോഴേക്കെങ്കിലും എഴുന്നേറ്റുണ്ടാവും. എന്നിട്ട് അവർ 2 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്താറുണ്ട്. ദേവസ്വം വളരെയധികം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹം ചെയ്തു തരുന്നുണ്ട്. അവർ ദേവസ്വത്തിലെ ആളുകൾ പറയാതിരിക്കാൻ പറ്റില്ല. വളരെ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട് ഞങ്ങളെ സ്നേഹത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഭഗവാനെ മാത്രമേ വേണ്ടൂ, ഭഗവാനെ സേവിക്കുക, അത് മാത്രമേ നമ്മൾക്ക് വേണ്ടൂ. അതിന് ഭഗവാൻ കൂടുതൽ ഭഗവാൻ അനുഗ്രഹങ്ങൾ തരേണ്ടതായ ആ ഒരു മനസ്സ് ഭഗവാൻ തരേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ വിട്ട് പാതാലയേശനെ വിട്ടിടും വാർത്തകൾ ഏതാകിലും അതിൽ പ്രീതിയകറ്റണം. തേടണം സജ്ജന സംസർഗമെപ്പോഴും, പാടണം നാമം നയനജവാരിയിൽ ആറാടണം. മെയ് അനാരതം നമ്മൾ തൻ പാറാവുകാരിയാം മായയെ വെല്ലുവാൻ. ഗുരുവായൂരപ്പൻ എങ്ങനെ പറയണത്? ഭക്തശ്രവണി വാഴകുന്തത്തിൻ്റെ ശ്ലോകമാണ് ഇത്. പേരാർന്ന ഗോകുല ചന്ദ്രാല സൽപദം ആരാരണയുവാനേറണം മോഹവും നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാരണി വർണ്ണനെ കണ്ടാലതാറണം. ഇങ്ങനെയുള്ളൊരു ജീവിതം നൽകുവാൻ തേങ്ങിക്കരഞ്ഞു വരത്തിനർത്ഥിക്കണം. അങ്ങനൊരു ജീവിതം കിട്ടാനായിട്ട് ഗുരുവായൂരപ്പനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. സാധിപ്പിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രത്യേകം ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിർമാല്യത്തിന്, ദീപാരാധനയ്ക്ക്, ഉഷപൂജയ്ക്ക്, ഉച്ചപൂജയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് കല്ലല്ല, അവിടുന്ന് ദിവ്യമായ രൂപം നന്ദനന്ദനാണ്. അതേപോലെ തന്നെ ശ്രീ വാസുദേവന്റെ ദേവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തമത്ഭുതം ബാലകം അംബുജേഷണം എന്നുള്ള രൂപമായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ ഗുരുവായൂരപ്പ, കാണിച്ചു തരണേ, ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.